അത്രയ്ക്ക് നല്ല നമുക്ക് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും വളർത്താൻ പറ്റുന്ന ഒരു സാധനം. ഇതേ ഇത്രേ ഉള്ളൂ ഇതിനാകെ ഉള്ള ഒരു വിട്ടെന്ന് പറയണത്. 3 വർഷമായ ചെടിയാണ്. പിന്നെ ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക, വലിയ ശിഖരങ്ങൾ വരുന്ന ഒന്ന് മുറിച്ച് മാറ്റുക. അതുപോലെ അല്ലെങ്കിൽ ഈ വരുന്ന കിളിപ്പുകളങ്ങ് നുള്ളി വിടുക, അത്രയും മാത്രം ചെയ്താൽ മതി. ഇത് നല്ല ബുഷിയായിട്ട് നല്ലപോലെ ഉണ്ടായി വരും. നമുക്കെന്നും ഒരു ജ്യൂസിന്, നമ്മുടെ നാരങ്ങാ വെള്ളത്തിന് ഒരു പകരക്കാരനായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു ചട്ടിക്കകത്തോ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനം തന്നെ ഇത് കേട്ടോ. ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയാൽ നമുക്ക് എന്നും ആവശ്യത്തിനുള്ള ജ്യൂസിനുള്ള സാധനം കിട്ടും. ഇന്നേ നമ്മുടെ കുഞ്ഞിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വളം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതാണത്. നമ്മുടെ കഞ്ഞിവെള്ളം ഉള്ളിത്തൊലി മിക്സാണ്. ഇതൊന്നും നമ്മൾ കളയില്ല. ഇങ്ങനെ ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെക്കും. എന്നിട്ടോ അതിനെ നല്ലപോലെ ഡയലൂട്ട് ചെയ്ത് നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. സംഭവം നല്ല യൂസ്ഫുൾ സാധനമാണ്. പക്ഷേ ഒരു ഓറഞ്ചായിട്ട് കഴിക്കാൻ കൊള്ളില്ല, ഭയങ്കര പുളിയാട്ടോ. ഞാൻ ഒരെണ്ണം പറിച്ച് കാണിക്കാം. ഇവിടെ ഒരു നല്ല പഴുത്ത ഒരുത്ത നിൽപ്പുണ്ട്, നമുക്കിവനൊന്ന് പറിക്കാം. ഇതാണ് സാധനം. ഇത് തൊലി എടുത്തു കഴിഞ്ഞാലും കണ്ട ഓറഞ്ചിൻ്റെ തൊലി പോലെ തന്നെ ഇരിക്കും. ശരിക്കും ഓറഞ്ചിൻ്റെ അതേ ഇതാണ്. നിറയെ നീരാട്ടോ, നീരിങ്ങനെ ചാടി വരുക. പക്ഷേ ഭയങ്കര പുളിയാണ്, തലയിലെപ്പേൻ ഇറങ്ങിപ്പോകുന്ന പുളിയാണ്. അതുകൊണ്ട് ഇത് ഓറഞ്ചായിട്ട് കഴിക്കാൻ കൊള്ളില്ല, ജ്യൂസായിട്ട്. നമ്മളിവിടെ ജ്യൂസായിട്ട് മാത്രമേ ഇതിനെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ജ്യൂസായിട്ട് സൂപ്പർ സാധനം. ജസ്റ്റ് പിഴിഞ്ഞാൽ മതി. എന്ത് ജ്യൂസാണ് പിഴിയുന്നതെന്ന് ഇങ്ങനെ പിഴിഞ്ഞ് മധുരവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഓറഞ്ച് ജ്യൂസ്, അല്ലെങ്കിൽ എന്താ നല്ലൊരു ലെമൺ ജ്യൂസാക്കി ഇവനെ എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. എന്നാൽ നല്ല സൂര്യപ്രകാശം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ, പിന്നെ ഫിഷ് അമിനോ ആസിഡ്, ഇത്രയൊക്കെ ഞാനിവർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ കീടങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കാനായിട്ട് എല്ലാവർക്കും അടിക്കുന്ന കൂടെ ഞാൻ ഇവർക്കും നീം ഓയിൽ മിക്സ് അടിച്ചു കൊടുക്കാറുണ്ട്. അതിനൊരു മാറ്റവും വരുത്താറില്ല. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞന്മാർക്കേ ഈ പൂവുണ്ടാകുന്ന സമയമാകുമ്പോൾ അത് പൊഴിഞ്ഞു പോകാതിരിക്കാനും പിന്നെ നല്ലപോലെ കായകൾ ഉണ്ടാകാനും വേണ്ടി നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് ഒരു 5 ml മതി. ജസ്റ്റ് നമ്മുടെ ഇത് 5 ml എടുക്കുന്നു. നല്ല ശർക്കരയുടെ മണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഒഴിക്കുന്നു. ഇനി നമുക്ക് വെള്ളവും കൂടെ മിക്സ് ചെയ്യാം. ഈ ഫിഷ് അമിനോ ആസിഡ് പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും കായകൾ നന്നാകാനുമല്ല എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പൂ ഉണ്ടാകുന്ന സമയമാകുമ്പം ഒരു പൂ പോലും പൊഴിയാതെ നിറച്ച് കായ ഉണ്ടായിക്കോളും. നമ്മൾ എല്ലാവർക്കും ഇവിടെയുള്ള നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഏകദേശം ഒരേ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. പിന്നെ വളമാണെങ്കിലോ നമ്മളുണ്ടാക്കുന്ന ജൈവ സ്ലറിയാണ് മെയിൻലി ഇട്ട് കൊടുക്കുന്നത്. സൂര്യപ്രകാശമാണ് ഇവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നല്ല സൂര്യപ്രകാശം വേണം. എല്ലാ ഇലയിലും അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പൂക്കളൊന്നും പൊഴിഞ്ഞു പോവില്ല. ഇത് വേനൽക്കാലത്താണ് ഇത് നല്ലപോലെ കായ്ക്കുന്നത്. അപ്പോഴാണല്ലോ നമുക്ക് ജ്യൂസിൻ്റെ ആവശ്യം. ഗസ്റ്റ് വരുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന സത്യം പറഞ്ഞാൽ ഇവൻ തന്നെ കേട്ടോ. സൂര്യപ്രകാശം ഇതിന് നല്ല പോലെ വേണം. ഇതേ തൊട്ടടുത്ത് എൻ്റെ നാരകം നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കിടക്കുന്ന നാരകത്തിൻ്റെ ചെറിയ കൊമ്പൊക്കെ ഞാനങ്ങ് ഒടിച്ച് കളയാം. ഇത് നിറയെ കായ്ക്കുന്ന നാരകം കേട്ടോ. കായില്ലാത്ത ഇലകൾ നോക്കിയാണ് ഞാൻ മുറിച്ച് കളഞ്ഞത്. പിന്നെ ഇവന് ഇതുപോലെ കായ്ക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം, പ്രൂണിങ് ചെയ്യണം.
നമുക്കൊരു ലെവലിൽ ഇവനെ നിർത്താൻ പറ്റും, അധികം പൊങ്ങാതെ. ഇതിപ്പോൾ ഇതിനകത്ത് കായില്ല. അപ്പോൾ ഇതിനെ അങ്ങ് പ്രൂൺ ചെയ്തേക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മുടെ ഈ കുഞ്ഞിനെ നിർത്തേണ്ടത് ആ ഷേപ്പിലേക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൂൺ ചെയ്താൽ മാത്രമേ പുതിയ പുതിയ ശേഖരങ്ങൾ വരത്തുള്ളൂ. തീരെ ചെറിയ ചെടിയാണെങ്കിൽ ഇങ്ങനെ പ്രൂൺ ചെയ്യാൻ നോക്കരുത്. ഇതിന് മുകളിൽ വരുന്ന ഈ ക്ലിപ്പുകൾ അങ്ങ് ഒടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അടുത്ത ശേഖരം ഇതിൽ നിന്ന് പൊട്ടി വന്നോളും. എൻ്റെ ഇവനെ വയസ്സ് 3 ആയതാട്ടോ. 3 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. ഗസ്റ്റ് വരുമ്പോൾ ഞങ്ങളെ രക്ഷിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇവനാണ്.